good evening and welcome to back. Super Prime Time Live Show 3 in 1 in association with Time Express Cargo. Gift sponsored by Green Olives Beauty Salon and special gift hamper from Ujala. അപ്പോൾ ഇന്ന് മൺഡേ ആണ് അല്ലേ ഷഹനാസ്? അതെ, ഈ ഒരു മൺഡേ, ഈ ഒരു വീക്കിന്റെ സ്റ്റാർട്ടിങ്ങിൽ 3 in 1 ആയിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ദിസ് ഇസ് സുജിത വിത്ത് യു ആൻഡ് ഷഹനാസ്. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. 3 in 1ലേക്ക് നമ്മളെ വിളിക്കേണ്ട നമ്പർ ഒന്ന് പറയാം. 0423824991. അതെ, 7:30 to 8:30 നമ്മൾ 3 in 1 ആയിട്ട് ഇവിടെ ഉണ്ടാവും. അപ്പൊ എന്തായാലും വിളിക്കുക, എല്ലാവരും വിളിക്കുക. നമുക്ക് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ചെറിയൊരു ഗെയിം ഉണ്ടല്ലേ? അപ്പൊ അങ്ങനെ ഗെയിം ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാം. ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഹാപ്പി ആയിട്ടായിരിക്കും നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഷഹനാസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇന്ന് നമ്മള് ജന്മാഷ്ടമി ആയിട്ട്, അതെ, ഇന്ന് നാട്ടില് ജന്മാഷ്ടമിയൊക്കെ കൂടുതൽ നല്ല കളർഫുൾ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണല്ലേ? സ്പെഷ്യൽ ഡേ ആണ്. അതെ, സ്പെഷ്യൽ ഡേ ആണ് ഇന്ന്. നാട്ടിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ശ്രീകൃഷ്ണ ജയന്തി ഇങ്ങനെ ആഘോഷിച്ച് തകർത്തിട്ടുണ്ടാവും. വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തേക്ക് എല്ലാവരും കുട്ടികളുടെ കുറെ കുട്ടി കൃഷ്ണന്മാരുണ്ടാവും. അതെ, ഒരുപാട് കുട്ടികൃഷ്ണന്മാരും രാധമാരും ഒക്കെ ഒരുങ്ങി ശരിക്കും പറഞ്ഞാൽ തളർന്നിട്ടുണ്ടാവും. നടന്നൊക്കെ ഇങ്ങനെ ക്ഷീണിച്ച് വരുന്നതൊക്കെ ഉണ്ടാവും. ഷഹനാസിന് എന്തെങ്കിലും അങ്ങനത്തെ ഓർമ്മകളുണ്ടോ? കണ്ടിട്ടുണ്ടോ? നമ്മളെ വീട്ടിനടുത്ത് കൊറേ ഇങ്ങനെ കാണാം. നല്ല രസ, കൊറേ ഉണ്ണിക്കണ്ണന്മാരും രാധൊക്കെ ആയിട്ട് പോകുന്ന നല്ല രസ. പക്ഷെ കുട്ടികൾ ചിലര് ഉറങ്ങുന്നുണ്ടാവും, അമ്മമാരെ തോളിൽ കിടക്കുന്നുണ്ടാവും. പക്ഷെ ഭയങ്കര രസം അവരെ കാണാൻ. അതെ, എല്ലാവരും നല്ല ഒരുക്കി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം എന്താ പറയാ, ഞങ്ങളിങ്ങനെ കൂടുതലും ആ ഒരു ദിവസം ആകുമ്പോഴത്തേക്കും വീട്ടില് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാം ഒരുക്കി കൊണ്ടുപോയി അമ്പലങ്ങളുണ്ടാവും. അപ്പൊ അവിടെ പോയി നിന്ന് കുറെ നേരമൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ കുറെ ദൂരം നടന്ന് വേറൊരു സ്ഥലത്തേക്ക് ചെല്ലും. അപ്പൊ പിന്നെ അവിടെ ആഘോഷമാണ്. പിന്നെ അവിടെ പാട്ട്, ഡാൻസ് ഒക്കെ ആയിട്ട് രാത്രി വരെ ഭയങ്കര ബഹളമാണ്. അപ്പോഴേക്കും എല്ലാരും മടുത്ത് കാണും. പക്ഷെ സ്റ്റിൽ ഭയങ്കര ഒരു രസമാണ്, ഓർക്കാൻ ഭയങ്കര രസം. ഓ ശരിക്കും. പിന്നെ എല്ലാരെയും കാണാനും നല്ല ഭംഗിയായിരിക്കും, നല്ല ഒരുക്കി. പിന്നെ ആ ദിവസത്തേക്കുള്ള പ്രിപ്പറേഷൻസും നേരത്തെ തന്നെ ഉണ്ടാവും. ഇവർക്കെല്ലാം വേണ്ട കാര്യങ്ങളും എന്താക്കണം എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ച് അതേപോലെയൊക്കെ ആക്കി ഒരുക്കി എടുത്തൊക്കെ ഭയങ്കര രസമാണ്. ചിലപ്പോ മഴയും കൂടെ ഉണ്ടാവും ചില ദിവസങ്ങളിലൊക്കെ. ചിലപ്പോഴൊക്കെ നാളെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് മഴയുടെ സീസൺ കൂടെ ആണല്ലോ. അതെ, അപ്പോ എല്ലാരും കൊടയൊക്കെ പിടിച്ച് ഓടുന്നതാണ് ചെറിയ കുട്ടികളൊക്കെ. പിന്നെ കുറെ പേർക്കുണ്ടല്ലോ, ചെറിയ പിള്ളേർക്കൊക്കെ കുറച്ചു ദൂരം നടന്നപ്പോഴത്തേക്കും മടുക്കും, പിന്നെ എടുത്തോണ്ട് നടക്കണം. അപ്പൊ എല്ലാം പറയും, എന്തിനാണോ എന്തോ കൃഷ്ണനാക്കിയത്. എല്ലാവർക്കും ഇഷ്ടമാണ് കൃഷ്ണൻ. പിന്നെ ഈ പറഞ്ഞ പോലെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് ഇതൊക്കെ കൊടുക്കും, പ്രസാദം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം ക്ഷീണിച്ച് വരുന്നല്ലേ പാവങ്ങൾ, ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കുറെ ഓർമ്മകൾ എനിക്കുണ്ട്. അപ്പൊ എന്തായാലും നാട്ടില് കുറെ പേരൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും. ഇവിടെ ഉള്ളവർ എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ ഒരുക്കി. അതെ, അപ്പൊ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക, നമ്മളുടെ ഒപ്പം പങ്കുചേരുക. ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അതെ. പിന്നെ ഷഹനാസ്, എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വീക്കെൻഡ് ഒക്കെ എന്ത് ചെയ്തു? വീക്കെൻഡ് മൂവി കണ്ടു ഇന്നലെ. വാഴ കണ്ടു, നന്നായിരുന്നു, നല്ല മൂവിയായിരുന്നു. കുറച്ച് ലാസ്റ്റ് കുറച്ച് കരയാനൊക്കെ ഉണ്ടായിരുന്നു, കരഞ്ഞു. ഓക്കെ, അപ്പൊ എനിക്കൊന്ന് ഷഹനാസ് വീണ്ടും എന്റെ കൂടെയാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ലൈവിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പോകുന്ന വഴിക്ക് പോലും ഞാൻ ചോദിക്കണ്ടായിരുന്നു, എന്നാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചു സംസാരിച്ചു. ഓക്കെ, നല്ല കുഴപ്പമില്ല. ആദ്യം കുറച്ച് നെർവസ് ആണെന്ന് പറഞ്ഞു, പിന്നെ ഓക്കെ, നല്ല എന്തായാലും നന്നായിട്ട് തന്നെ ചെയ്യാൻ പറഞ്ഞു. നല്ല സപ്പോർട്ട്. പിന്നെ നല്ല സപ്പോർട്ടാണ്. ഇനി ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുമായിരിക്കും അല്ലേ? ഓ തീർച്ചയായിട്ടും, ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഷഹനാസ് അവരുടെ ഇടയിൽ എങ്ങനെയാണെന്ന് കൂടെ ചോദിച്ചു നോക്കാം നമുക്ക് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതേപോലെ തന്നെയാണോ അതോ നമുക്ക് കോൾ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെയാണോ അത് എന്തെങ്കിലും ഭയങ്കര വായാടിയാണോ എന്നൊക്കെ നമുക്കൊന്ന് അങ്ങോട്ട് ചോദിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ കഴിഞ്ഞ ഇങ്ങനെ കുറെ നാളുകളായിട്ട് എപ്പോഴും പറയുന്ന ഒരു ഇവന്റ് ഉണ്ട് അല്ലെ? ആ ഒരു ഇവന്റ് നമ്മളിങ്ങനെ കാത്തിരുന്ന് വന്നിരിക്കുന്നത് 31st നമ്മുടെ അൽബർഷ ദുബായ് അമേരിക്കൻ അക്കാഡമി SS സ്ട്രീറ്റ് അൽബർഷയിൽ വെച്ചിട്ടാണ് നമ്മുടെ സെലിബ്രിറ്റി സിംഗർ ആയിട്ട് വരുന്നത് നരേഷ് അയ്യറാണ്. അപ്പൊ ഈ മന്ത് കാത്തിരുന്ന് എത്തിക്കുന്ന ഈ ഇവന്റ്, മെഗാ ഇവന്റ്, മെലഡി ഡ്രീംസിന്റെ മെഗാ ഇവന്റ് ആണ് നടക്കാൻ പോകുന്നത് 31st. അപ്പൊ ഈ ഒരു എൻട്രിയിലേക്കുള്ള 5 മെമ്പേഴ്സിനെ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇനി അങ്ങോട്ട് മന്ത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മലയാളം, പിന്നെ തമിഴ്, ഹിന്ദി വേണ്ടല്ലോ? ഇല്ല, മലയാളം, തമിഴ്. ഈ സോങ് വീഡിയോ റെക്കോർഡ് ചെയ്യണോ അതോ ഓഡിയോ റെക്കോർഡ്? വീഡിയോ റെക്കോർഡ് ചെയ്യണം. 1 മിനിറ്റിലുള്ള വീഡിയോ റെക്കോർഡിംഗ് ആയിരിക്കണം. ഇത് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യണം. അവിടെ നിന്ന് എടുത്ത് hello@melodydreams.a സെൻഡ് ചെയ്യുക.
അപ്പൊ അതിൽ നിന്നൊരു എത്ര പേരായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാൻ? 5 പേര്. എല്ലാ മാസവും 5 പേരെ വെച്ചിട്ട് സെലക്ട് ചെയ്യും. ഈ ഒരു 5 പേർക്കായിരിക്കും സെലിബ്രിറ്റി സിംഗറിന്റെ കൂടെ പാടാനുള്ള അവസരം. ശരിക്കും അത് എങ്ങനെയായിരിക്കും ഷഹനാസിനാണ് അത് കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ശരിക്കും എല്ലാവർക്കും പാട്ട് പാടാനും കഴിവുകളൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പൊ അതെല്ലാം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒരു അവസരം, ഒരു വേദി കിട്ടണമല്ലോ നമുക്കത്, നമ്മളുടെ കഴിവ്. അപ്പൊ ഇത് നല്ലൊരു ചാൻസ് ആണ് അതിന്. ശരിക്കും എനിക്കൊന്ന് ഷഹനാസ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു തോന്നുന്നുണ്ട്. അടുത്ത മാസം നമുക്ക് നോക്കാം. ശരിക്കും പാട്ട് എനിക്ക് തോന്നുന്നു ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു അവസരം ഭയങ്കരമായിട്ട് വിനിയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഇതിന്റെ നമ്പറും കാണിക്കുന്ന സ്ക്രീനിൽ. അപ്പൊ കോൺടാക്ട് ചെയ്യാനായിട്ട് ഈ നമ്പറിലായാലും നിങ്ങളൊന്ന് ജസ്റ്റ് വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ 31st ഈവന്റിൽ എല്ലാവരും പങ്കുചേരാൻ ശ്രമിക്കുക. അതല്ലേ എന്ന് വെച്ചാൽ ഇപ്പം നെക്സ്റ്റ് ടൈമിലേക്കുള്ള എൻട്രീസ് അയക്കുന്നവർക്കും ചിലപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, എങ്ങനെയാണ് മനസ്സിലാവുമല്ലോ. അതെ, ഈ ഒരു 5 പേര് സെലക്ടഡ് ആയത് എന്ത് കാരണം കൊണ്ടായിരിക്കും, അവരുടെ ആ ഒരു വേഴ്സിറ്റാലിറ്റി എന്തായിരിക്കും എന്നൊക്കെ അവർക്കും അറിയാൻ പറ്റും. അല്ലെ? അപ്പൊ എന്തായാലും ഈ 31st ഈവന്റിൽ നമുക്ക് എല്ലാവരും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്കായാലും 12 months നിങ്ങൾക്ക് സമയമുണ്ട്. ഈ ഒരു വർഷം ഫുള്ള് കിടക്കാണ്. എൻട്രീസ് അയച്ചുകൊണ്ടിരിക്കുക. മേ ബി ഏതെങ്കിലും ഒരു മാസം നിങ്ങളായിരിക്കും ഭാഗ്യശാലി അല്ലേ? ഉറപ്പായിട്ടും. നമുക്ക് എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടാത്തതായിട്ട് നമ്മൾ ആഗ്രഹിക്കുക, ട്രൈ ചെയ്യുക. അതെ, ആഗ്രഹത്തിനൊത്ത് നമ്മൾ ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് ആ ഭാഗ്യം വന്നു ചേരും. ഉറപ്പായിട്ടും. അതെല്ലാ കാര്യവും തന്നെ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും ഫിലിം കണ്ടു. വാഴയും കണ്ടു, നുണക്കുഴിയും കണ്ടു. ഏതാ ഇഷ്ടമായ? വാഴ രണ്ട് ഡിഫറെന്റ് ടൈപ്പാണ്. എന്ന് വെച്ചാൽ വാഴ പറയുമ്പോൾ ഫുൾ ടൈം ഒരു ആ ഒരു കോമഡി, ആ ഒരു ലെങ്ത്തിൽ എങ്ങനെ പോകുന്നുണ്ട്. നുണക്കുഴി പറയുമ്പോൾ ഭയങ്കര ട്വിസ്റ്റിംഗ് ആണ്. ഫുള്ള് നമുക്ക് മനസ്സിലാവില്ല, കോമഡിയും ഉണ്ട്. അങ്ങനെ രണ്ട് ഡിഫറെന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ രണ്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫുൾ ചിരിക്കാനുള്ളതാണ്. നമുക്ക് അങ്ങനെ ബോറടിക്കുന്നില്ല. ലാസ്റ്റ് ഭയങ്കര കരയാനൊക്കെ അച്ഛൻ മകൻ ആയിട്ടുള്ള സ്റ്റിൽ അതിന്റെ അകത്തും കോമഡി ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴും കോമഡിയാണ് രണ്ടും. അത് പക്ഷെ എന്താ പറയുക, വാഴ ഇപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് വലിയ പോപ്പുലർ അല്ലാത്ത ആൾക്കാരെ വെച്ച് ചെയ്തിട്ടും ഭയങ്കര ത്രൂ ഔട്ട് നമ്മളെ ഇരുത്തിക്കൊണ്ട്. നുണക്കുഴി പിന്നെ കൂടുതൽ മൂവീസ് വരുന്നതും അങ്ങനെ അങ്ങനെ വെച്ചിട്ട് പുതിയതാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. രണ്ടും തിയേറ്ററിൽ പോയി കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് റിവ്യൂ പറയാ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം മിക്സഡ് റിവ്യൂസ് ആണ് വരുന്നതല്ല. പലർക്കും ഇഷ്ടപ്പെട്ടു, പലർക്കും പല രീതിയിലാണ്. അങ്ങനെയുണ്ട്. അത് ഓരോരുത്തർ ഒരു ഡിഫറെന്റ് ആയിരിക്കും. അതെ. പിന്നെ ഞാൻ കണ്ടൊരു മൂവി എന്ന് പറയുന്നത് ഓസ്ലർ ആയിരുന്നു. ഓസ്ലർ കുറച്ച് നാളായി ഇറങ്ങിയിട്ട്. പക്ഷെ ഞാൻ ഈ ഇടയ്ക്കാണ് അത് കണ്ടത്. അതും ഭയങ്കര എന്ന് വെച്ചാല് ഇത് കണ്ടു കഴിഞ്ഞിട്ട് വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഓസ്ലർ കാണുന്നത്. വീണ്ടും അത് ഭയങ്കര ടെസ്റ്റിംഗ് അങ്ങനത്തെ ഒരു ഇത്. ഓസ്ലറില് മറ്റേ പഴയ സോങ് പുതിയ അത് ഭയങ്കര അടിപൊളിയാണ്. അതെ, പൂമാനമേ എന്നുള്ള സോങ് അത് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ പൊതുവെ ഷഹനാസ് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് മൂവീസ് ഒക്കെ കാണാം? എനിക്ക് കൂടുതൽ ഇഷ്ടം കോമഡി മൂവീസ്. അത് ശരിയാണ്, എപ്പോഴും നമുക്ക് ചിരിക്കാനുള്ള ഇത് തരുന്നത്. അതുപോലെ നമുക്ക് വന്നതാണ് മണിച്ചിത്രത്താഴ്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് ഇതുവരെ ഇല്ല. കാരണം നമ്മളെ ചെറുപ്പത്തിലാണല്ലോ അത് വന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു, കാണാന്ന് വിചാരിക്കുന്നു. ശരിക്കും ഇതൊക്കെ കാണാൻ പോയപ്പോഴത്തേക്കും അവിടെ നമുക്ക് ഇത് ചെയ്യുന്നുണ്ടല്ലോ, റിവ്യൂ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചു കൊള്ളാം, തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ആ ഒരു സൗണ്ടും എല്ലാം കണ്ടില്ല. കാണാൻ ആഗ്രഹമുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട്, നോക്കാം. കാരണം അത്രയും നല്ലൊരു സൗണ്ട് നോക്കിയുള്ള. പിന്നെ അതുപോലെ പഴയ കോമഡി, ഒരുപാട് കോമഡി ഉണ്ട്. അതുകൊണ്ട് എന്തായാലും കണ്ടാൽ ബോറിംഗ് ഒന്നും ആവില്ല. മണിച്ചിത്രത്താഴ് നമ്മൾ വീട്ടിൽ നിന്ന് എപ്പോഴും കാണുന്നതല്ലേ, ഒരു പ്രാവശ്യം കണ്ടാലും സീക്വൻസ് നമുക്കറിയാം. എന്നാൽ പോലും നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും. അപ്പൊ ഓക്കെ, നമ്മളെ വിളിക്കേണ്ട നമ്പർ 04238249 ആണ്. 8:30 വരെ ആയിരിക്കും നമ്മളിവിടെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിളിക്കുക, വിശേഷങ്ങളൊക്കെ പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു വീക്ക്? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ലാസ്റ്റ് വീക്കിൽ എത്തിയല്ലേ, ഓഗസ്റ്റിന്റെ ലാസ്റ്റ് വീക്ക് കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം കൂടെ ഉള്ളൂ ഈ ഒരു 2024 തീരാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് പോയ പോലെ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴൊക്കെയോ ഇങ്ങനെ 2024 ആ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ടൈം പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് നല്ല ചൂടായിരുന്നു, നല്ല ഹ്യൂമിഡിറ്റി ആയിരുന്നു. അതൊക്കെ ഒന്ന് മാറാൻ പോവുകയാണ്. നമ്മള് എന്താ പറയാ, കുറച്ചൊരു തണുപ്പിലേക്കൊക്കെ എത്തിച്ചേരാൻ പോകുന്നുണ്ട്. സൂൺ നമുക്ക് ആ ഒരു നല്ലൊരു വിന്റർ ക്ലൈമറ്റിലേക്ക് എത്തിച്ചേരാം. അപ്പൊ ആ ഒരു വിന്റർ തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ എല്ലാം ഭയങ്കര പോവാനൊക്കെ ഒരു മൂടൊക്കെ വരും. പിന്നെ അങ്ങോട്ട് ക്യാമ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും തകർക്കാൻ തുടങ്ങും.
അപ്പൊ എനിക്കൊന്ന് ഇപ്പോഴേ എല്ലാവരും പ്ലാനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. വിന്ററിലാണ് കൂടുതൽ ഔട്ടിങ്ങും അതുപോലെ തന്നെ ഓഫീസ് ഔട്ടിങ്സ്, ഡെസേർട്ട് സഫാരീസ്, ഇതൊക്കെ ഈ ഒരു ടൈമിൽ മൊത്തം എല്ലാം ക്ലോസ് ചെയ്ത് എല്ലാവരും ഇങ്ങനെ അടങ്ങിയിരിക്കുകയായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യും. അതെ, വൈബ് തുടങ്ങാൻ പോണേ. ഇനി അങ്ങോട്ട് എല്ലാവരും ഉണർന്ന് എന്താ പറയുക, ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ബീച്ച് ചെയറും അതുപോലെ തന്നെ ക്യാമ്പിങ്ങിന്റെ സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാം സ്റ്റോക്ക് ആയിരിക്കും വണ്ടിയിൽ എപ്പോഴും. അവ എന്തായാലും യൂഷ്വലി എങ്ങനെയാണ് വീക്കെൻഡ് ഒക്കെ വിന്റർ സീസണിൽ എപ്പോഴും കോർഡിനേഷനിൽ പോകും, ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകും, അവിടെ ഇരുന്ന് ഒരുമിച്ച് എല്ലാവരും കഴിക്കും. ഇതൊക്കെ നല്ലൊരു വൈബാണ്. ഫുഡൊക്കെ ആയിട്ട് പോയി അവിടെ അല്ലെങ്കിൽ പോയി ഗ്രില്ല് ചെയ്ത് ഇതൊക്കെ നല്ല രസമാണ്, ഫ്രണ്ട്സ് ഒക്കെ പോയി. അതുപോലെ തന്നെ നമ്മൾക്ക് ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ സ്കൂൾസും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഇന്നിപ്പോ കുറെ കുട്ടികൾ തന്നെ ഇങ്ങനെ പുതിയ എല്ലാരും അടിപൊളിയായിട്ട് പോയി വരുന്നുണ്ട്. ചൂടായതുകൊണ്ട് പാവം തോന്നും. ഒരു 2 months വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പാരന്റ്സ് ആയാലും അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആയാലും കുട്ടികളായാലും എല്ലാവരും ഒരേ മിക്സഡ് ഫീലിംഗിലാണ്. രാവിലെ പോകണോ വേണ്ടയോ എന്നുള്ളതിന്റെ ഒരു ഇതിലാണ്. പേരൻസിനായിരിക്കും അതിനേക്കാളും മടി, രാവിലെ എഴുന്നേൽപ്പിച്ച് വിടണമല്ലോ. ആക്ച്വലി ഞാനൊക്കെ എന്താ വെച്ചാൽ രാവിലെ അലാറം ഇങ്ങനെ അടിക്കും, എന്തിനാ ഇപ്പൊ അലാറം അടിക്കണേ എന്നുള്ളൊരിതിലായിരുന്നു. മറന്നേ പോയി ഇങ്ങനെ ഒരു കാര്യം, ഒരു സ്കൂൾ ഓഫ് ബ്രേക്ക് ആയാലും. അപ്പൊ ഇന്നിപ്പോ എല്ലാവരും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, തിരിച്ച് ബാക്ക് ടു നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് 2 months അപ്പൊ ഇപ്പൊ ട്രാഫിക്കിലൊക്കെ സ്റ്റക്ക് ആയിട്ടുള്ളവരുണ്ടാവും. കാരണം എല്ലാവരും ബാക്ക് ടു ഓഫീസ്, ബാക്ക് ടു സ്കൂളൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അല്ലെ. കുറെ നേരമൊക്കെ നമ്മൾ ട്രാഫിക്കിൽ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഭയങ്കര സ്ട്രെസ് ഫീലിംഗ് ആയിരിക്കും. അപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. കുറച്ചുകൂടി ലേറ്റ് ആയാലും നമ്മൾ വീട്ടിലെത്തി ഒന്ന് സമാധാനമായിട്ടിരിക്കുക, അതേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഷഹനാസ്? ഇനിയിപ്പോ എന്താണ് പ്ലാൻ? ഓണത്തിന്റെ പരിപാടികളൊക്കെ ഇനി ഫുള്ള് ഓണത്തിനായിട്ട് കുറെ നല്ല പ്രോഗ്രാംസ് ഒക്കെ വരാൻ പോവല്ലേ നമുക്ക്. അതെ അതെ, ഓണം ഈവന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ എങ്ങനെയൊക്കെയാണ് ഓണം ആഘോഷിച്ചിട്ടുള്ളത്? ഇവിടെ ഞാൻ ഓണം ആഘോഷിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈമാണ്. അപ്പൊ നമ്മുടെ യുബിലിന്റെ ഫസ്റ്റ് ഓണം ഇതിലൊക്കെ പങ്കുചേർന്നായിരുന്നോ? 19 ഇല്ല ഇല്ല, കഴിഞ്ഞിരുന്നല്ലോ. മിയമള്ള് തകർപ്പനായിരുന്നു. അപ്പൊ ഇല്ല, എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു, നല്ല സൂപ്പർ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടാവണം. അപ്പൊ പോയിട്ടുള്ളവര് നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ഓക്കെ, ഇനിയിപ്പോ എന്താണ് ഓണത്തിന്റെ പരിപാടികൾ? ഇവിടെ എന്തെങ്കിലുമൊക്കെ ഗെറ്റ് ടുഗദേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓണായിട്ട് ഫ്രണ്ട്സ് ഒക്കെ കൂടാന്ന് പ്ലാൻ ഉണ്ട്. സദ്യയൊക്കെ കൂട്ടി അടിപൊളിയായിട്ട്. എപ്പൊ കൂടുമ്പോഴും എല്ലാരും നന്നായി പാട്ടും ബഹളൊക്കെ ആയിട്ട് നല്ല രസമാണ്. നാട്ടില് അടിപൊളിയാ. നാട്ടില് പിന്നെ ഫുൾ തിരുവാതിരയും ഒക്കെ എല്ലാം സെറ്റാണ്. തിരുവാതിരയൊക്കെ കളിച്ച് ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുറച്ച് ദിവസത്തേക്ക് ഉണ്ടോ, ആ ഒരു ദിവസം മാത്രമേ ഉള്ളൂ? കാരണം ആ ഒരു ഓണം കുറച്ച് ദിവസം ഉണ്ടാവും. നാട്ടില് കൂടുതൽ എപ്പോഴും ആ ഒരു ദിവസം അല്ലെങ്കിൽ പിറ്റേന്ന് അതോടുകൂടി കഴിഞ്ഞു. ഇവിടെ പക്ഷെ അങ്ങനെയല്ല അല്ലെ, ഇവിടെ നമുക്ക് അടുത്തൊരു ക്രിസ്മസ് വരെ ഇങ്ങനെ ഓണം നടന്നുകൊണ്ടിരിക്കും. കാരണം എന്താ അറിയോ, ഇവിടെ കൂടുതലും വീക്കെൻഡ് ആണ് ഇത് എല്ലാവരും സെലിബ്രേറ്റ്. അപ്പൊ ടൈം ഇങ്ങനെ അപ്പൊ ഓരോ വീക്കെൻഡ് ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരുമ്പോഴേക്കും ക്രിസ്മസ് ആവും. നാച്ചുറൽ. സെപ്റ്റംബർ തൊട്ടിട്ട്. പക്ഷെ അവിടത്തേക്കാളും ആൾക്കാർക്ക് ഇവിടെ ഒരു ഇതുണ്ട് അല്ലെ, ആവേശം ഇവിടെ ഒരു എന്താ പറയാ, ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ട്. എപ്പൊ ആര് ഗെറ്റ് ടുഗദർ നീ വെച്ചാലും അത് വെക്കുക ഓണം റിലേറ്റഡ് ആണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പൊ പക്ഷെ എന്താ പറയുക, ഇവിടെ എന്ന് വെച്ചാൽ എല്ലാം ഓപ്പൺ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ആഘോഷിക്കാനുള്ളതാണ്. ഇങ്ങനെ ഒരു കൺട്രിയിൽ നമുക്ക് എന്ത് ടൈപ്പിലുള്ള ആഘോഷങ്ങളും ഓപ്പൺ ആയിട്ട് വെക്കാൻ പറ്റും. ഇപ്പൊ തന്നെ ഇനി ദീപാവലി വരുന്നു. ദീപാവലി വരുന്ന ടൈമിൽ നമ്മുടെ ബർദുബായ് ഏരിയയിലോട്ട് പോയി നോക്കണം. ബർദുബായ് ഏരിയയിൽ ഫുൾ കളർഫുൾ ലൈറ്റ്സും കാര്യങ്ങളും ഭയങ്കര ഇതാണ്. സ്ട്രീറ്റിൽ അന്ന് ഫുള്ള് എല്ലാവരും പടക്കം പൊട്ടിക്കുക, ബഹളമാണ്, ബാൻഡാണ്. പക്ഷെ സ്റ്റിൽ എല്ലാവരും ഇങ്ങനെ ആ ഒരു വൈബിലാണ്. അത്രയ്ക്കും ഇതാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബ്ലെസ്ഡ് ആണ് നമ്മള്. തീർച്ചയായിട്ടും. അതെ അതെ. അപ്പൊ ഈ ഇടയ്ക്കെന്ന് വെച്ചാല്, അപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഷെയ്ഖ് മുഹമ്മദിന്റെ ഒരു പോസ്റ്റ് കാണുണ്ടായി. ഏതൊരു സ്ത്രീ ആയാലും മിഡ് നൈറ്റില് അത്ര സ്വാതന്ത്ര്യത്തോടുകൂടി ഇറങ്ങി നടക്കുന്നത് അത് എല്ലാവരും പറയാറുണ്ട്. അത്ര ഫ്രീഡം ആണ്. ആ ഒരു നമ്മളിപ്പോ നമ്മളെ റൂമിൽ നിന്ന് 3 മണിയൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ചായ കുടിക്കാൻ പുറത്തു പോകും. പക്ഷെ അത് ഞാൻ നാട്ടിലാണെങ്കിൽ നടക്കില്ലല്ലോ. ഇവിടെ അത് ആ ഒരു ഇത് വേറെ തന്നെയാണ് മൈൻഡ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇതിൽ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ട്. ഒരു രാജ്യത്ത് വന്നിട്ട് നമുക്ക് അത്രയ്ക്കും എന്താ പറയാ, ഒരു സേഫ്റ്റി ഉണ്ട്. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ആർക്കായാലും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു ഇതുണ്ട് നാട്ടിൽ. ഈവൻ എനിക്ക് തോന്നുന്ന ഒരു ഫാമിലി ആയിട്ട് പോലും പുറത്തു പോകാൻ പറ്റില്ല. ലേറ്റ് നൈറ്റിൽ കുറച്ച് നമുക്കൊരു സ്കെയറി ആയിരിക്കും. എന്താണ് എന്നുള്ളത് ഒരു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതെ. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു ഇതില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കത്തിവെച്ചോണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ വിളിക്കുക. ഓക്കെ, നമുക്ക് പറഞ്ഞു തരുന്നതിന് മുന്നേ ഒരു കോൾ വന്നിട്ടുണ്ട്. ഷഹനാസ് എടുത്തു.
ഹലോ ഹലോ ഗുഡ് ഈവനിങ്. ഹലോ ഹലോ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇതാരാണ് വിളിക്കുന്നേ? ഞാൻ ദുർഗാപ്രസാദ് കളത്തിൽ. ദുർഗാപ്രസാദ്, അടിപൊളി നെയിമാണല്ലോ. പുതിയ ആളാണല്ലേ? ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ഈ പ്രോഗ്രാമിലോട്ടൊക്കെ ആദ്യമായിട്ടാണ്. ഓക്കെ. അപ്പൊ വേറെ പ്രോഗ്രാമിലൊക്കെ വിളിച്ചിട്ടുണ്ട്? വിളിച്ചിട്ടുണ്ട്. ഓക്കെ. എന്ത് ചെയ്യുന്നു? എവിടുന്ന് വിളിക്കുന്നു? ബുർജുമാൻ. ബുർജുമാൻ. ഓക്കെ. ഷാനാസ് സംസാരിച്ചു കുറച്ചു നേരം. ഓക്കെ, പറയാം. എവിടെയാ, എന്താ വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ ഓഫീസ് അഡ്മിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. നാട്ടിലെവിടെയാ? കാസർഗോഡ്. കാസർഗോഡ്. ഫാമിലി ആയിട്ടാണോ അവിടെ നിൽക്കുന്നത് അതോ തന്നെ? ഇല്ല, ഇപ്പൊ ഫാമിലി ഇല്ല, ഇപ്പൊ ഒറ്റക്കാണ്. ആണോ? ഒറ്റയ്ക്കാണല്ലേ? എങ്ങനെയുണ്ട് കാസർഗോഡ്? കാസർഗോഡാണോ ഇഷ്ടം അതോ ദുബായിലാണോ ഇഷ്ടം? കാസർഗോഡ്. എന്താ അവിടുത്തെ പ്രത്യേകത? ഭയങ്കരമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുന്നത് എന്താ ഉള്ളത്? പിന്നെ നമുക്ക് എല്ലാവർക്കും നമ്മള് ജനിച്ച നാട്. തീർച്ചയായിട്ടും അങ്ങനെ. അല്ല, എന്നാലും പ്രത്യേകമായിട്ട് എന്റെ നാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇങ്ങനെ പറഞ്ഞാൽ ഞാനിപ്പോ ഒരു 10 കാര്യങ്ങൾ പറയാൻ പറയാം ഇഷ്ടപ്പെടാനുള്ളത്. അതെ, ഇഷ്ടപ്പെടാനുള്ള ഒരു 10 കാര്യങ്ങളായിട്ട്. ഇല്ല, നമ്മുടെ നാട്, നമ്മുടെ അമ്പലം, നമ്മുടെ ഉത്സവങ്ങള്, നമ്മുടെ സംസ്കാരം, നമ്മുടെ ഏകദേശം അടുത്തതാണോ ഷാനാസിന്റെ? മലപ്പുറം അല്ലല്ല, ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലേ? ഓക്കെ. കാരണം എനിക്ക് എന്താ അറിയാം, എനിക്ക് കാസർഗോഡിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പൊ എന്താണ് അവിടുത്തെ പ്രത്യേകതകളെന്ന് പറയൂ. സപ്തഭാഷ സംഗമഭൂമി. സപ്തഭാഷ സംഗമഭൂമി, അതായത് 10 ഭാഷ. സപ്തം 7. അതേത് 7 ഭാഷ? 7 ഭാഷകൾ സംസാരിക്കുന്നവര് നമ്മളടുത്തുണ്ട്. 7 ഭാഷ. മലയാളം, കന്നഡ, തുളു, ഒരു ബ്യാരി എന്നൊരു ലാംഗ്വേജ് ഉണ്ട്. ഒരു റീജിയണൽ ലാംഗ്വേജ് പോലെ ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. ലാംഗ്വേജ് ആണ്. ആ ഭാഷ സംസാരിക്കുന്നവരുണ്ട്. പിന്നെ ഹിന്ദി, ഉറുദു. ഇപ്പൊ 6 ആയുള്ളൂ. അയ്യോ, ഒന്നും കൂടി ഉണ്ടല്ലേ? അതെ, അതേതെന്ന് എനിക്ക് നോക്കേണ്ടി വരും. ഇതിൽ ഏതൊക്കെ ദുർഗാപ്രസാദിന് അറിയാൻ പറയും? എനിക്ക് മലയാളവും ഹിന്ദിയും. തമിഴില്ലേ അവിടെ? തമിഴ് ഇല്ല, തമിഴ് അതിൽ പെടുന്നില്ല. കാരണം തമിഴ് പുറത്തുള്ളവരാണ്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നത് സംസാരിക്കുന്ന ഭാഷ. ഇപ്പൊ ആരും അറിയില്ല? ഇല്ല, എനിക്കിതൊന്നും അറിഞ്ഞൂടാ. കാരണം എന്താ അറിയാം, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവര് നാട്ടില് സംസാരിക്കുക ഒരു ഭാഷ, വീടിന്റെ ഉള്ളിൽ സംസാരിക്കുക വേറൊരു ഭാഷ. വീടിന്റെ ഉള്ളിൽ അവർക്ക് തമ്മിൽ വേറൊരു ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ തുളു നാടെന്നും കൂടി പറയും കാസർഗോഡ്. അതുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. തുളു ഞാൻ പറഞ്ഞില്ലല്ലോ. തുളു പറഞ്ഞു. ഇവിടെ 4ാമത്തെ ഉണ്ടായിരുന്നു തുളു. അപ്പൊ 7ാമത്തെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് നാളെ പറഞ്ഞു തരണേ. എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല. കുഴപ്പമില്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ. ഇനി എന്താ നാട്ടിലേക്ക് പോവാ? ഞാൻ ഈ വെള്ളിയാഴ്ച പോകും, അടുത്ത ആഴ്ച. പോകുന്നുണ്ടല്ലേ? അപ്പൊ ഓണം എവിടെ ഇരിക്കും അല്ലെ? നാട്ടില്? അതെ. ഓണത്തിനായിട്ട് പോകുന്നതാണോ? ഓണത്തിനായിട്ട് പോണാന്ന് വെച്ചാല് ഓണം സത്യം പറഞ്ഞ ഇല്ല. കഴിഞ്ഞൊരു അടുത്തൊരു മരണം നടന്നായിരുന്നു. ആഘോഷമായിട്ടില്ല. എന്നാലും ഫാമിലിനെയൊക്കെ കാണാലോ. ഓണാവുമ്പത്തേക്ക് എല്ലാരെയും കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഫാമിലിനെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. അതെ, അതെ, ശരി. കാരണം ഓണാവുമ്പത്തേക്കും കുട്ടികൾക്കും കുറച്ചൊരു ഫ്രീഡം ഉണ്ട്. ലൈക്ക് സ്കൂളൊന്നും ഇല്ല, വീട്ടിലും എല്ലാരും ഒക്കെ വരും. കൊള്ളാം. എന്തായാലും നാട്ടിൽ പോയിട്ട് അടിച്ചു പൊളിക്കുക. 1 month ഉണ്ടോ? ഇല്ലല്ല, ഒരു 2.5 weeks. ധാരാളം. ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയമുണ്ട്. അതെ, ഈ തിരക്കൊക്കെ 1 week കിട്ടിയാലും നമുക്ക് റീഫ്രഷ് ആയിട്ട് വരാം. അപ്പൊ നമ്മുടെ ഗെയിം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. വിളിച്ചിട്ടില്ലെന്നേ ഉള്ളല്ലേ? ഇല്ല. പക്ഷെ ഇതിലെ നല്ല അടിപൊളി പേരൊക്കെ ആയിട്ട് ഇടയ്ക്ക് നിന്ന് വിളിക്കണ്ടായിരുന്നോ? മോശമായി പോയിട്ടോ. ഇനി എന്തായാലും കണ്ടിന്യൂസ് നമ്മളെ വിളിക്കാം, നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട്. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ ഗെയിം ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പൊ എന്തായാലും ഗെയിം സ്റ്റാർട്ട് പറഞ്ഞോളൂ. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, നമ്മുടെ വീൽ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. ഓക്കെ, സ്റ്റോപ്പ് പറഞ്ഞു. ഷാനാസ് GK അല്ലേ? GK. അതെ. എന്താ GK അത്ര ഇഷ്ടല്ലേ? നല്ലതല്ലേ GK എന്ന് പറയുമ്പോ? നല്ലതല്ലേ? ഏതൊരു സിനിമയിൽ ജനറൽ നോളജ് കുറച്ച് കുറവാണ്. അത് കുഴപ്പമില്ല, നമ്മളിവിടെ 3 ഓപ്ഷൻ തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഭയങ്കര ലിബറൽ ആണ്. അതെ, ഓപ്ഷൻസ് 3 ഓപ്ഷൻസ് ഉണ്ട്. സെലക്ട് ചെയ്താൽ മതി അതിൽ നിന്ന്. ചോദിച്ചോളൂ.
ചോദിക്കാമോ? ഓക്കെ. സമുദ്രനിരപ്പിൽ നിന്നുള്ള ശരിയായ ഉയരം അളക്കുന്നതിനുള്ള ഉപകരണം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ശരിയായ ഉയരം അളക്കുന്നതിനുള്ള ഉപകരണം. ഓപ്ഷൻസ് പറയട്ടെ? ഓപ്ഷൻസ് എ സ്റ്റേഡിയോമീറ്റർ, ക്ലീനോമീറ്റർ, ഹൈപ്സോമീറ്റർ. ഒന്നുകൂടെ പറയാം. സ്റ്റേഡിയോമീറ്റർ, ക്ലീനോമീറ്റർ, ഹൈപ്സോമീറ്റർ. അപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞു ഹൈറ്റൈലുള്ളതുകൊണ്ട് ഹൈപ്സോമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ഹൈപ്സോമീറ്റർ നോക്കാം. ചിലപ്പോഴെന്താ അറിയോ, നമ്മളിങ്ങനെയുള്ള കീവേഡ്സ് വെച്ചിട്ട് പോവാൻ പാടില്ല എന്നിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അറിയില്ല, എന്തായാലും നോക്കാം. ഇതാരാണ് നിങ്ങൾക്ക് ഇമാതിരി ചോദ്യങ്ങളൊക്കെ? ഞങ്ങളുടെ ബുദ്ധിയുള്ള മെഷീൻ ഉണ്ട്. അതെ, അടിപൊളി. കറക്റ്റ്. എന്തായാലും ഗസ് ചെയ്ത് കറക്റ്റ് ആയിട്ടോ. അതെ അതെ. ഞാൻ വിചാരിച്ചു സ്റ്റേഡിയം മീറ്റർ ആയിരിക്കും, ബിക്കോസ് നമ്മൾ ഓക്കെ. അപ്പൊ വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. പറഞ്ഞോളൂ. സ്റ്റോപ്പ്. ജി കെ ഭയങ്കര ഇഷ്ടമാന്ന് പറയുന്നവർക്ക് ജി കെ ഒക്കെ മാറ്റി കൊടുക്കും. പക്ഷെ ജി കെ ഇഷ്ടമല്ല എന്ന് പറയുന്നവർക്ക് പിന്നെ ജി കെ വരുവാ. പെട്ടെന്ന് സ്റ്റോപ്പ് പറഞ്ഞാൽ അല്ല, കഴിഞ്ഞു. ഇത് ജി കെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ക്വസ്റ്റ്യൻസ് വന്ന് നിന്നിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? 1956. ഡേറ്റ് പറയാം, ഓപ്ഷൻസ് പറയാം. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 28 മുതൽ ഏപ്രിൽ 28 മുതൽ. ഫെബ്രുവരി ആണോ മാർച്ച് ആണോ ഏപ്രിൽ ആണോ? ഒന്നും കൂടി പറഞ്ഞ ഓപ്ഷൻ. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 28 ആണ് എല്ലാ ഡേറ്റും. ഇതിൽ ഏത് മാസത്തിലാണ് തുടങ്ങിയത്? ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. പറയൂ പെട്ടെന്ന്. അയ്യോ, ടൈം ഔട്ട് ആവുന്നു. പറയും. ഏപ്രിൽ. ഓ സോറി, ഫെബ്രുവരി. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ടല്ലേ ഏപ്രിൽ എന്ന് പറഞ്ഞത്? ഞാൻ ഇപ്പോഴത്തെ സാധാരണ ഏപ്രിൽ, മാർച്ച് മാസങ്ങളാണ്. പണ്ട് ഫെബ്രുവരിയിലാണ് തുടങ്ങിക്കൊണ്ടിരുന്നത്. ഫെബ്രുവരി തള്ളി പോയി ഏപ്രിലെത്തി. കുഴപ്പമില്ല. എന്തായാലും സന്തോഷം വിളിച്ചതിൽ. അതെ, ഒരുപാട് സംസാരിക്കാൻ പറ്റിയല്ലോ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ടൈം ഒന്നുകൂടെ വിളിക്കൂ. അതെ, പോയി വന്നിട്ട് വിശേഷങ്ങൾ പറയൂ. ഓക്കെ. നാട്ടിലെല്ലാവരുടെ അന്വേഷണം പറയണം. ബൈ. ഓക്കെ. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞ ഓരോ നാടിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ടല്ലേ. ഇപ്പൊ സംസാരത്തിലായാലും ഭക്ഷണത്തിലായാലും ഒക്കെ കുറെ പ്രത്യേകതകളുണ്ട്. ശരിക്കും ഷഹനാസിന്റെ അവിടെയുള്ള കുറച്ച് പ്രത്യേകതകളൊക്കെ മലപ്പുറം എന്ന് പറയുമ്പോൾ കൂടുതൽ എല്ലാവരും മലപ്പുറം എന്ന് പറയുമ്പോൾ മുസ്ലിംസ് മെജോറിറ്റീസ് കൂടുതൽ അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മുസ്ലിം കുട്ടികൾക്ക് ഭയങ്കര പഠിക്കാനൊന്നും അങ്ങനെ കേട്ടിട്ടുണ്ട്. കൂടുതൽ പഠിക്കാനൊന്നും സമ്മതിക്കില്ല, പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരും ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. എല്ലാവർക്കും ഭയങ്കര ബോൾഡാണ്. തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാവർക്കും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെന്ന് വെച്ചാല് ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ എല്ലാ സ്ഥലത്തെയും പോലെ തന്നെ മലപ്പുറം. പിന്നെ മലപ്പുറത്ത് ആളുകൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അപ്പം എന്താ പറയാ, നമ്മൾ ഒരേ കമ്മ്യൂണിറ്റി ആണെന്നൊന്നുമില്ല. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒത്തൊരുമൊക്കെ പറയും. ഭയങ്കര. അപ്പൊ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ ഉണ്ടെങ്കിലും എല്ലാരും ഇപ്പൊ നെയ്ബേഴ്സ് ഒക്കെ ആണെങ്കിലും ഓണാണെങ്കിൽ ഓണത്തിന് നമ്മളെയും കൂട്ടും. ഇപ്പൊ നമ്മള് പെരുന്നാളാണെങ്കിൽ പെരുന്നാളിന് അവര് നമ്മളെ വിളിക്കും. അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഉത്സവം എന്നൊക്കെ പറയും. നമ്മളെ നാട്ടിലെ ഓരോ ഉത്സവങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ എല്ലാരും അതൊക്കെ നമ്മൾ ആഘോഷിക്കും. അടിപൊളി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു എന്താ പറയാ സൗഹാർദ്ദം കൂടുതൽ. അതെ, മതസൗഹാർദ്ദം കൂടുതലാണ് മലപ്പുറത്ത് പൊതുവെ. ശരി. ഹലോ ശൈലാൻഡി. ഞാൻ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ശൈലാൻഡി ആയിരിക്കും. ശൈലാൻഡി, എന്താ വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്നത്തെ പോലെ അങ്ങനെ പോകുന്നല്ലേ. വീക്കെൻഡ് ഒക്കെ ആയിട്ട് എന്തായിരുന്നു കാര്യങ്ങളൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? എവിടെയെങ്കിലും പുറത്തു പോയോ? ശനി ഞായറും തന്നെ പുറത്ത് പോണത്. അവനുള്ളപ്പോ ഇറങ്ങുള്ളൂ. മകനുള്ളപ്പോ ഇറങ്ങുള്ളൂ. ഇപ്പൊ എന്താ ജിമ്മിലൊക്കെ പോയി വന്നോ? ഇല്ലല്ലോ. ഇല്ല, വന്നില്ല, പോയിരിക്കുന്നേ. എങ്ങനെ 6 pack ഒക്കെ ആയോ?
ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ മസിൽ വെക്കുന്നതൊന്നും ഇഷ്ടമല്ല, വന്നിട്ട് അതൊന്നും ചെയ്യല്ലേ. പക്ഷെ എങ്ങനെയായാലും ജിമ്മിൽ പോകുന്ന ഒരു ബോഡി നല്ല ഫിറ്റ് ആവും. ബോഡി ഫിറ്റ് ആയാൽ മതി. ബോഡി ഫിറ്റ് ആയാൽ മതി. അതെ. അല്ല, ഈ ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി പൊറോട്ടയും ചിക്കനും ഒക്കെ അടിച്ചിട്ടാണോ വരുന്നത്? ഇല്ല 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 ഇല്ല, അവൻ കഴിക്കും. ഫുഡ് കൺട്രോൾ ഉണ്ടോ? ഡയറ്റ് ഉണ്ടോ? അതോ അങ്ങനെ ചോറ് കൊണ്ടുപോകാറില്ല. ഉച്ചക്ക് ചോറ് കഴിക്കും, ആഴ്ച 2 ദിവസം. ഞായറുമാണ് ചോറുണ്ടണം. ഫുൾ ഭയങ്കര എല്ലാരും ഫസ്റ്റ് ഡയറ്റ് ചെയ്യുമ്പോ ചോറ് അങ്ങനെ സ്കിപ്പ് ചെയ്യും. പക്ഷെ എന്താ പറയാ, ഞാൻ ഇപ്പൊ ഈയിടയ്ക്ക് ചോറ് ഉണ്ടില്ലെങ്കിലും അല്ല കുഴപ്പമില്ല അല്ലേ? അല്ല, വലിയ പാടാണ്. എനിക്ക് ചോറ് തന്നെ വേണം. ഓ, എനിക്ക് ഭയങ്കര മടിയാ ചോറ്. എനിക്ക് ചോറ് ഇഷ്ടമാണ്, അതുകൊണ്ട് കൂടുതൽ സ്കിപ്പ് ചെയ്യുമ്പോ ഭയങ്കര പാടാ. ഒരു നേരെങ്കിലും ഉച്ചക്കെങ്കിലും കഴിക്കണം. ചോറിട്ടില്ലേ നമ്മൾ എന്തെല്ലാം കഴിച്ചാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതെ അതെ അതെ. എനിക്ക് പക്ഷെ പണ്ടേ ഭയങ്കര മടിയാട്ടോ. രാത്രി പിന്നെ ചോറില്ല, അങ്ങനെ. ഇന്നെന്താ സ്പെഷ്യൽ? അപ്പൊ രാത്രി എന്തെങ്കിലും പലഹാരം. ഇന്നെന്താ സ്പെഷ്യല്? ഇന്നിപ്പോ ഞാൻ അപ്പത്തിന് ആട്ടി വെച്ചിരിക്കുന്നു. അപ്പൊ അപ്പത്തിന് ആട്ടി വെച്ചിന് ബീഫ് കറി. ബീഫ് കറിയോ? ബീഫ് കറിയല്ല, റോസ്റ്റ് ചെയ്ത് തിക്കായിട്ട്. അടിപൊളി എന്തായാലും. അപ്പൊ അതെ, മാലിക്കിന് പിന്നെ എനിക്കൊന്നും ശൈലജ ഒന്നും ഉണ്ടാക്കത്തില്ലല്ലോ, മാലിക് ജിമ്മിൽ പോകുന്നുണ്ടല്ലേ? ഇല്ല, രാത്രി കഴിക്കുമല്ലോ, രാത്രി എന്തെങ്കിലും ആണല്ലേ. ഓ, പെർഫെക്റ്റ്. ആ ഒരു ഡയറ്റിൽ തന്നെ ശൈലാന്റി ഇങ്ങനെ കറക്റ്റ്. കൂടുതൽ സ്നാക്സ് ഒന്നും ഉണ്ടാക്കി വെക്കില്ലല്ലോ ഇപ്പം? ഇല്ല, അങ്ങനെ ഇല്ല അധികം. അവന് ഒത്തിരി കൺട്രോളിലാണ്, അതുകൊണ്ട് ഒറ്റയ്ക്ക് കഴിക്കില്ലല്ലോ. വീക്കെൻഡ് പുറത്തു പോകുമ്പോ എങ്ങനെയാ? പിന്നെ വീക്കെൻഡ് പുറത്തു പോകുമ്പോ എങ്ങനെയാ? രണ്ടുപേരും കൂടെ മക്ഡൊണാൾഡ്സും KFC ആണോ? ശനിയാഴ്ച വെളിയിൽ നിന്ന് തന്നെ. അപ്പൊ എങ്ങനെ ഫാസ്റ്റ് ഫുഡ് ആയിരിക്കും? അവനതൊരു സന്തോഷം. അത് ശരിയാണ്, ഡയറ്റ് ചെയ്യുന്നവർക്ക് പെട്ടെന്നൊരു ഇതുണ്ടാവും ഭയങ്കരമായിട്ടും. അവനിതൊക്കെ മതിയല്ല, ബർഗറും. അതെ അതെ, കൊള്ളാം കൊള്ളാം. അപ്പൊ ശൈലജ എന്തെങ്കിലും ഫിലിം കണ്ടോ? പോയോ? ഇല്ല ഇല്ല, ഞാൻ അങ്ങനെ പോവാറില്ല. മാലിക്കെല്ലാം കണ്ടോ? മാലിക്കോ അപ്പോഴും വരുന്നത്, കാണും, ഇറങ്ങുന്നൊക്കെ കാണും. ഈ കണ്ടിട്ട് വന്നിട്ട് അതിന്റെ കഥയും കാര്യങ്ങളൊക്കെ പറയോ? ഇല്ല ഇല്ല, ഞാൻ ചോദിക്കാറില്ല. ആണോ? നിങ്ങൾക്ക് മൊത്തത്തിൽ ഇഷ്ടമല്ലെന്നാണോ? ആടുജീവിതം നിങ്ങൾ വിട്ടിരുന്നല്ലോ. ആടുജീവിതം അന്നേരം കണ്ടത് നിങ്ങളുടെ ചാനലിലുണ്ട് അല്ലേ? അതൊരു നെറ്റ്ഫ്ലിക്സിൽ ഇട്ടായിരുന്നു, അത് അപ്പോഴും കണ്ടു. ഉടനെ നിങ്ങളെ പിറ്റേന്ന് അങ്ങണ്ടേ. അപ്പൊ ഇരുന്ന് കണ്ടാണോ അല്ലേ? പക്ഷെ അത് ശരിക്കും നല്ലത്, അതിന് അവാർഡ് കിട്ടാൻ അർഹത. അത്രയൊക്കെ ഇത് ചെയ്തിട്ടേ കിട്ടിയില്ലെങ്കിലും ഭയങ്കര അത്ഭുതം. അതെ അതെ, കിട്ടിയില്ലെങ്കിൽ വിഷമമായി. ഓ ശരിക്കും, ഭയങ്കര അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തതല്ലേ. ഓ, അത് നമുക്ക് തിയേറ്ററിൽ പോയി കണ്ട വേറെ എക്സ്പീരിയൻസ്. നമുക്ക് ഭയങ്കര ശ്വാസം മുട്ടലാണ് കാണുമ്പോഴത്തേക്കും. പണ്ടുള്ളവരത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ്. ഇപ്പോഴാണ് ഗൾഫ് ജീവിതം വേറെ തന്നെ ആയിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര സ്ട്രഗിളിംഗ് ആയിരുന്നല്ലോ, കഷ്ടപ്പാടുകളായിരുന്നത്. അതെ അതെ, ഇങ്ങനെ പെട്ടുപോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് കാണും. പിന്നെ അതെ, അത് ശരിയാണ്. പിന്നെ എന്താണ് വേറെ ശൈലന്റെ വിശേഷങ്ങൾ പറയാൻ? ശൈലന്റെ ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് പാട്ട് കേൾക്കുന്നത് തന്നെയാണ്. പിന്നെ നാട്ടിലെ വിശേഷങ്ങൾ അറിയാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അറിയാനുമില്ല, എല്ലാത്തിനും ഇതല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും കാര്യങ്ങളല്ലേ ഉള്ളൂ, കൂടുതലും അതാണ്. തുറന്ന ഇതേ ഉള്ളൂ. TV ആണ് കൂടുതൽ കണ്ടിരിക്കുക. ഞാൻ ഇട്ടോണ്ട് ജോലി നടക്കും, TV ഓടും. അപ്പൊ പിന്നെ എനിക്ക് കാര്യങ്ങളും അറിയാൻ പറ്റും, ന്യൂസും കേൾക്കാം, ഇടയ്ക്ക് പാട്ടും കേൾക്കാം, ഒന്ന് റിലാക്സ് ആവുകയും ചെയ്യും. ശൈലന്റെ പാട്ട് പാടുവോ? ഇല്ല, കേക്കും, ഒരുപാട് കേക്കും. ഏത് റേഞ്ചിലുള്ള സോങ്സ് ആണ്? ഗസലൊക്കെ എനിക്ക് ഇഷ്ടമാണ്. മുംബൈയുടെ ഗസല്, ഗുലാം അലിയുടെ ഒക്കെ പണ്ട് കേൾക്കുമായിരുന്നു ചെറുപ്പത്തിൽ. ഇപ്പോഴും കേൾക്കില്ലേ? ഇപ്പോഴും കേൾക്കും. ഉച്ചയ്ക്ക് ചിലവ് റിലാക്സേഷൻ ആണ്. ശൈലജയുടെ ഒരുവിധം കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം, എന്തൊക്കെയാ ചെയ്യാൻ അറിയാം അല്ലേ? നമ്മളിങ്ങനെ ഒരു ഡെയിലി ഇതുപോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നോണ്ട് ഇന്നിപ്പോ എന്താ വിശേഷം, ഈ ആഴ്ച എന്താ വിശേഷം എന്ന് മാത്രമേ ഉള്ളൂ അറിയേണ്ടത്. അതെ, അങ്ങനെ പെട്ടെന്ന് വന്ന വിശേഷം മാലിക് ജിമ്മിൽ പോയി തുടങ്ങിയതോ അങ്ങനെയൊക്കെ ആയിട്ടല്ലേ? പിന്നെ മാഷാ അല്ലാഹ് ഇന്നിപ്പോ പുതിയതായിട്ട് എത്തിഹാദ് എയർവേസിൽ കയറി. മറ്റേ കോൺട്രാക്ട് ആയിരുന്നല്ലോ, കേറിയോ? ഇന്നിപ്പോ പെർമനന്റ് ആയി. ഓ അടിപൊളി. അപ്പൊ നല്ലൊരു ഡേ ആണെന്ന്. അതെ, ഇന്നിപ്പോ എന്നിട്ട് മാലിക്കിന് സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കിയില്ലേ? അതാണ് ബീഫ് ഉണ്ടാക്കി. അത് മോശമായി പോയി.
അപ്പൊ എന്തായാലും മാലിക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞോളാം, അല്ലെന്നുണ്ടെങ്കിൽ ശൈലാൻഡി പറഞ്ഞോളൂ. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോവാം. സ്റ്റാർട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോപ്പ് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നിർത്തിത്തരും. ഇമേജ്. അപ്പൊ ശൈലാൻഡി ഒന്ന് ടിവിയിൽ നോക്കിക്കോ. നമ്മൾ നല്ലൊരു ഇമേജ് കാണിച്ചു തരാം. ഇന്നിപ്പോ നാട്ടിലെ വിശേഷങ്ങള്, ഇപ്പം ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ആരെങ്കിലും ഒക്കെ മക്കളുടെ പിക്ചറൊക്കെ അയച്ചു തന്നോ? ഇല്ല. ഇന്നിപ്പോ ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ ഗ്രൂപ്പിലൊക്കെ, പഴയ സ്കൂളിലും? ഇല്ല, അങ്ങനെ കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് എല്ലാരും അവിടെ ആകുമ്പോ ഈ ആഘോഷങ്ങളൊക്കെ ഇതുണ്ടല്ലെങ്കിൽ റോഡേ ഇങ്ങനെ പോകുമല്ലോ, കാണാൻ പറ്റും. വൈകുന്നേരം ഒക്കെ ആകുമ്പം രസമാണ്. അതൊക്കെയാണ് അവിടെ. അതെ. അപ്പൊ ശൈലന്റെ ഒന്ന് ഇമേജ് ശ്രദ്ധിച്ചോ. ഇദ്ദേഹം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായി? ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ്. ക്രിക്കറ്റ് അല്ല, എന്തായാലും ക്രിക്കറ്റ്. ഫുട്ബോൾ ആണോ? ക്രിക്കറ്റ് അല്ല, ഫുട്ബോൾ ആയിരിക്കും. നമുക്ക് നോക്കാം ആരാണ് എന്താണെന്നുള്ളത്. ക്രിക്കറ്റ്. ക്രിക്കറ്റ് ആയിരുന്നു. ഞാൻ ഈ അടുത്ത് ടീഷർട്ടിലെ സൈഡിൽ ഇത് കണ്ടപ്പോ എനിക്ക് ഫുട്ബോൾ തോന്നി. ആദ്യം പെട്ടെന്ന് ഇവിടുന്ന് കണ്ടപ്പോ നമ്മളും പെട്ടെന്ന് ആലോചിച്ചത്. ഇടേ സൈഡില് എപ്പോഴും കണ്ടപ്പോഴാണ് ക്രിക്കറ്റ് മനസ്സിലായി. എന്തായാലും കുഴപ്പമില്ല, ഇടയ്ക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും ശൈലന്റി വിളിക്കുന്നത് നമ്മുടെ അടുത്ത് സംസാരിക്കാനുള്ളത് അല്ലേ? അതെ, നമുക്ക് ഗെയിമൊക്കെ ഒരു ഇതാണ്. ഓക്കെ ശൈലന്റി, ശരി. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനി ഒരു കോൾ ഉണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഓരോ ഇങ്ങനെ കാര്യങ്ങളും. എങ്ങനെയാണ്? ട്രിവാൻഡ്രം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മുടെ ഇവിടെ കാണുന്ന ഒരു കൾച്ചറേ അല്ല, കൾച്ചറും അല്ല, ഫുഡും അല്ല. ഫുഡ് ടോട്ടലി ഡിഫറെന്റ്. ഞാനിപ്പോ എന്താ പറയുക, കൂടുതലും എന്തെങ്കിലുമൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും സദ്യ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് ഒരു ഡിഫറൻസ് നമുക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ നമ്മളിവിടെ കഴിക്കുന്ന ഒരു രീതിയോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതോ അല്ല അവിടുത്തേത്. ആ ഒരു ഓർഡറിങ് ആയാലും എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആണ്. കോൾ ഉണ്ടോ? ഓക്കെ. അപ്പൊ എന്താ വെച്ചാല് നമുക്ക് പിന്നെ ആളുകൾ സംസാരിക്കുന്ന രീതി നമുക്ക് പെട്ടെന്ന് കുറച്ച് നല്ല നമ്മള് സുരാജ് വഞ്ഞാറും ചേട്ടനെ സംസാരത്തിൽ പെട്ടെന്ന് അറിയാം. അത് ട്രിവാൻഡ്രത്തിന് എനിക്കൊന്ന് കുറച്ചൊരു ടുവേർഡ്സ് നമ്മുടെ കന്യാകുമാരി ഏരിയയിലേക്ക് പോകുന്ന ഒരു ഇതില്. പക്ഷെ അതല്ലാണ്ടും ട്രിവാൻഡ്രംകാർ തന്നെ സംസാരിക്കുന്നത് കുറച്ച് നല്ല ഡിഫറെന്റ് ആണ്. ഇപ്പൊ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അവരുടെ തന്നെ ചോദിക്കും. അപ്പൊ തന്നെ ആണോ എന്ന് ചോദിക്കുന്നതാണ്. പക്ഷെ ആദ്യമൊക്കെ നമ്മളെനിക്ക് തന്നെയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവരുടെ ആ ഒരു സംസാര രീതി, അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആണ്, മനസ്സിലാവില്ല. അതെ, നമ്മളിങ്ങനെ ബ്ലണ്ടർ അടിച്ചിരിക്കും. അതേപോലെയാണ് ഇപ്പൊ പറഞ്ഞ കാസർഗോഡ് ഞാൻ പണ്ടേ തീരെ മനസ്സിലാവില്ല, ഒട്ടും ഇതാവത്തില്ല നമുക്ക്. ഭാഷ ഒരുപാട് ഡിഫറെന്റ് ആണ് അവിടെ. പിന്നെ നമ്മള് മിഡിലുള്ള കുറെ ആൾക്കാരുണ്ട്, കോട്ടയം, എറണാകുളം അവിടെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് ഒരുവിടെ എല്ലാവർക്കും മനസ്സിലാവുന്ന കുറച്ചൊരു അച്ചടി ഭാഷ സംസാരിക്കുന്നവരെന്നാണ് നമ്മളെപ്പോഴും പറയാറ്. പക്ഷെ എല്ലാവരും കളിയാക്കും. എന്നാലും സ്ട്രെയിറ്റ് ആയിട്ട് മലയാളം പറയുന്നവര് നമ്മൾ കോട്ടയം, എറണാകുളം ഈ ഏരിയയിലുള്ള ആൾക്കാരാണ്. അതെ, തീർച്ചയായിട്ടും. അല്ലേ? ശരിക്കും ഷഹനാസിനൊക്കെ ഇവിടെ എങ്ങനെയാണ് ഇപ്പം പുറത്തുനിന്ന് വരുന്ന ഒരാൾക്കാർക്ക് നിങ്ങളുടെ ഭാഷ? എപ്പോഴും പുറത്തുനിന്ന് ഇപ്പോ എന്റെ കസിൻസ് തൃശ്ശൂരുണ്ട്, അപ്പൊ അവർക്കൊക്കെ ഭയങ്കര കളിയാക്കല. കുറച്ചൊരു ഡിഫറൻസ് ഇല്ലേ? മലപ്പുറം ഏരിയയിലാണെങ്കിൽ നല്ല ഡിഫറെന്റ് ആണ്. എനിക്ക് തോന്നുന്നു ചില വാക്കുകൾ പറയുമ്പോഴൊക്കെ, ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ഹോംലി ആ ഒരു രീതിയിൽ അവർ സംസാരിക്കും. ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ എന്തായാലും നമ്മളെ വിളിക്കേണ്ട നമ്പർ 0423824991. 8:30 വരെ നമ്മൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് പോരാം. Welcome back to 3-in-1 in association with Time Express Cargo, gift sponsored by Green Olives Beauty Salon and special gift hamper from Ujala. ഓക്കെ. അപ്പൊ നമുക്കൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കോൾ എടുത്തിട്ട് ബാക്കി സംസാരിച്ചാലോ? ഓക്കെ. കോള്. ഓക്കെ. ഹലോ. ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3-in-1. ഗുഡ് ഈവനിങ്. നമസ്കാരം. ആരാണെന്ന് പറയൂ? ആരാണെന്ന് പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നു. ആരാണെന്ന്?
സുരേഷ് കുമാർ. അതാരാ? സുരേഷ് ലാസ്റ്റ് ടൈമിൽ നമ്മളെ വിളിച്ചിരുന്നു. ഓക്കെ. ഷാനാസിന്റെ അടുത്ത് പറഞ്ഞില്ലേ കുറച്ച് നല്ല ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നിരുന്നു. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്, മറക്കില്ല കേട്ടോ. തോപ്പിച്ചു വിട്ടിട്ട് മറക്കില്ല എന്നല്ലേ. എന്തൊക്കെയാ വിശേഷങ്ങൾ പറയൂ, വിശേഷങ്ങൾ പറയൂ. വിശേഷം, നല്ല വിശേഷം. വീക്കെൻഡ് ഒക്കെ ആയിട്ട് എന്തായാലും കേറി മുട്ടിമുട്ടി നിൽക്കണ്ടോ? ഉണ്ടോ പറയോ, ഉണ്ടോന്ന് പറയൂ. ഞാനിപ്പോ വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ വെച്ചോളൂ അല്ലേ? കുറച്ചു നേരം നോക്ക്. നോക്കിട്ട് പറയൂ. നോക്കിട്ട് പറയാം. എന്തായിരുന്നു വീക്കെൻഡ് വിശേഷങ്ങളൊക്കെ? വീക്കെൻഡ് വിശേഷമൊക്കെ അങ്ങനെ തിരക്കായിട്ട് പോയി ശരിക്കും. മക്കളൊക്കെ തിരിച്ച് സ്കൂളിൽ പോവാറായി? അതിന്റെ ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ട്. അതാണ് വീക്കെൻഡ് ഫുൾ എല്ലാവരും അതിന്റെ പ്രിപ്പറേഷൻ, എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. അതെ, നേരത്തെ എഴുന്നേൽക്കുക, രാവിലെ പോവുക. അതെ. എങ്ങനെയുണ്ട് ബാക്ക് ടു സ്കൂൾ, ബാക്ക് ടു ഓഫീസ്, ബാക്ക് ടു നോർമൽ ലൈഫ്? ട്രാഫിക് ഉണ്ട്, രാവിലെ കുറച്ച് ട്രാഫിക് ഉണ്ട്. എവിടെ വർക്ക് ചെയ്യുന്നത്? ദുബായിലല്ലായിരുന്നോ? ഞാൻ താമസിക്കുന്ന ദുബായില്ല, എന്റെ ഫാക്ടറി വന്നിട്ട് ട്രാഫിക് പോയി വരേണ്ടി വരും അല്ലേ? അയ്യോ, എത്ര നേരം കൊണ്ട് പോയി വരും? 40 minutes, 43 minutes. അത്ര മതിയോ? ട്രാഫിക് ഉണ്ടാവോ ഷാർജയിലൊക്കെ? ചെറിയൊരു പോക്കറ്റ്, ഞാനിവിടെ 311 ജോയിൻ ചെയ്യുന്ന ഒരു പോക്കറ്റ് മാത്രം ട്രാഫിക് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഓക്കെ, ഫ്രീ ആണ്. ഡെയിലി ഡ്രൈവ് ചെയ്യുമ്പോ എങ്ങനെ തോന്നുന്നു? അതെ, ഡെയിലി ഡ്രൈവ് ചെയ്യുന്നത് എങ്ങനെ തോന്നുന്നു ഇപ്പൊ? എനിക്ക് ഡ്രൈവിംഗ് പറഞ്ഞ ക്രൈസ് ആണ്. സെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ എന്റെ ഏർലി കരിയറിൽ ഞാൻ സെലക്ട് ചെയ്തത്. അടിപൊളി. പക്ഷെ നമ്മള് ഇറങ്ങുന്ന നേരം മാത്രം നമുക്കൊരു പ്രശ്നമുള്ളൂ അല്ലെ? ഡ്രൈവ് ചെയ്യാൻ കുഴപ്പമില്ല, ആ ടൈം നമുക്ക് കിട്ടിയാൽ മതി ഡ്രൈവ് ചെയ്യാൻ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എത്ര വർഷം ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട്? ഇത് ഇങ്ങനെ അടുത്ത ഒരു മാസമായിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് ട്രാഫിക്കിൽ തന്നെയായിരുന്നു. ദുബായ് താമസിച്ചിട്ട് ദുബായിൽ ഞങ്ങൾ ഓഫീസ് ഓർഡിനേറ്റായിരുന്നു. ട്രാഫിക്കിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ ഒരു മാസമായിട്ടുള്ളൂ? ഇതൊരു മാസമായിട്ടുള്ളൂ ഫാക്ടറിയിലോട്ട് മാറിട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു മാസത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്? അടിപൊളി. പക്ഷെ എന്തറിയോ, ഫുൾ ഡെസേർട്ട് റോഡ് അല്ലേ, അപ്പൊ നമുക്കൊന്നും വേറെ ഇതൊന്നും ഇല്ല. പക്ഷെ പൊതുവെ എല്ലാവർക്കും റാസൽ ഖൈമയിൽ പോവാൻ ഇഷ്ടമാണല്ലോ, നല്ല ഡ്രൈവ് ചെയ്ത് പോവാനൊക്കെ നല്ല അല്ലേ? അവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നല്ല രസമല്ലേ പോവാനായിട്ട്. ഈ ദുബായിന്നൊക്കെ മൗണ്ടൻ കുറച്ച് പ്രകൃതി രമണീയത ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. അതെ അതെ, ഒരുപാട്. അതെ, നമ്മളെ നാട്ടിലെ ആ ഒരു ഫീൽ എന്നൊക്കെ പറയും ചിലര് പറയാറുണ്ട്. റാസൽ ഖൈമയിൽ പോവാന്നൊക്കെ പറയാ. റാസൽ ഖൈമയിലെ ആ ഒരു വലിയ വീട്ടിൽ എപ്പോഴെങ്കിലും കയറിയിട്ടുണ്ടോ? ഇല്ല, ആ വീട്ടിൽ കയറാൻ പേടിയാ. പ്രേതബാധ ഭയങ്കരമായിട്ട് ഓപ്പൺ ആയില്ലേ പുറത്തേക്ക്? ഒരു വിസിറ്റേഴ്സിനായിട്ട് ഓപ്പൺ ആയിട്ടില്ലേ? അത് ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ട് എനിക്ക് നമ്മുടെ ഹത്തയിലൊരു ഹോസ്പിറ്റലുണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അതിന്റെ അടുത്ത് വേറൊരു വില്ലയുണ്ട്, അതും ഇതേപോലെ ഹോണ്ടഡ് ഹൗസാ. ആണ് കുറച്ചും കൂടെ എക്സോട്ടിക് ഹോണ്ടഡ് ഹൗസ് എന്ന് പറയുന്നത്. ഹത്തയിലെ അത്തേക്കടുത്ത്. അപ്പൊ എന്തായാലും ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയാം. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയാം. കൂടെ ഇങ്ങോട്ട് പറയാഞ്ഞാൽ മതി ആരും. അവിടെ തന്നെ തീർന്ന കുഴപ്പമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി അതിന്റെ ഒരു ഗ്യാരണ്ടി ഇല്ല. കൂടെ വരുന്നവരെ കൂടെ കൊണ്ടുപോയിക്കോളാം. അയ്യോ, അത്രേ ഉള്ളൂ. അത് പേടിച്ചിട്ടാ പോവാത്തെ. അല്ലാണ്ട് പേടിയില്ലെങ്കിട്ടല്ല, ഇനി ആരെങ്കിലും വന്നാലോ എന്നുള്ള ഓർത്തിട്ട് മാത്രമാണ്. പേടി തീരെയില്ല. സുരേഷിന് എന്താണ് ഒരു അഡ്വഞ്ചറസ് ഇത് ഇഷ്ടമുള്ളത്? അഡ്വഞ്ചറസ് എനിക്ക് ഇഷ്ടമുള്ളതോ? എന്താണ് അഡ്വഞ്ചർ ഇഷ്ടമുള്ളത്? എനിക്ക് ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇതാണ്, പോകാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോകാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളത് അല്ലേ? ട്രൈ ചെയ്ത് നോക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ 8th പഠിക്കുമ്പോ ഇതുപോലെ ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. എന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒറിജിനൽ ആളെ കണ്ട് ഞാൻ പേടിച്ചുപോയി. നമ്മളെ മൈൻഡ് ഫുൾ അതായിരിക്കും. അതാണോ? ശരിക്കും 3 ദിവസം പനിയൊക്കെ പിടിച്ച് ഞാൻ കിടന്നു. അത്രയും പേടിച്ചു ഞാൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പേടിയൊന്നുമില്ല. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ കുറച്ച് ഈ ഇലക്ഷന്റെ കാര്യങ്ങൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഒരു പള്ളിയുടെ സെമിത്തേരിയിൽ പോയിട്ട് രാത്രിയൊക്കെ ചെലവഴിച്ച ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, ഞാനും പോയിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് പണ്ട്. സെമിത്തേരി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ? ഉറങ്ങിയിട്ടില്ല, പക്ഷെ പേടിച്ച് ഓടിയിട്ട്
ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാന് എന്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്ന അതിന്റെ വേറെ ഭാഗത്താണ്. പക്ഷെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ അറിഞ്ഞത് ഈ പുള്ളിക്കാരൻ അവിടെ ഉണ്ടെന്നല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുത്തെ കയറി, കാരണം അന്ന് ഈ ഞാൻ ട്രിവാൻഡ്രത്ത് ഫ്ലൈയിങ് സ്ക്വാഡൊക്കെ അവര് കേരള പോലീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയമായിരുന്നു. സംഭവമായിട്ട് ഞങ്ങൾ കുറെ പേരെ ഫ്ലൈയിങ് സ്ക്വാഡ് ചേസ് ചെയ്തു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഓടിപ്പോയി രക്ഷപ്പെട്ടിരുന്നതാ സ്ഥലത്തേക്കകത്ത്. അപ്പുറത്തുനിന്ന് അയാൾ എഴുന്നേറ്റെങ്ങാനും ഇടയ്ക്ക്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇപ്പൊ എവിടെ ആയാലും നമ്മൾ പോയിരുന്നു പോകും. ഇപ്പൊ പേടിയൊന്നും തോന്നില്ല അല്ലെ? ഇരുന്നു കൊറേ നേരം കഴിയുമ്പോഴേ അപ്പുറത്തുണ്ടായിരുന്ന ആള്. വീടിന്റെ ലൊക്കാലിറ്റിയിൽ ഇത്രയും ക്ലീൻ മിസ്റ്റർ ക്ലീൻ വേറെ ഇല്ല. അപ്പൊ നമ്മുടെ അഭിമാനമാണ് വലുത്. അഭിമാനമാണ് വലുത്. അതെ, അത് ശരിയാണ്. അപ്പൊ നമുക്ക് എന്ത് വേറെ ഹോണ്ടഡ് ആയിട്ടുള്ള ഒന്നും ചിന്തിക്കില്ലേ നമ്മള്? ഒന്നും ചിന്തിക്കും, നമുക്ക് അപ്പൊ രക്ഷപ്പെട്ടാൽ മാത്രം മതി. വേറൊന്നും അവിടെ കാണുന്നില്ലല്ലേ? പക്ഷെ ആ ഒരു എക്സ്പീരിയൻസിൽ ചിലപ്പോ നമ്മളത് ആ പേടിയെ പോയി കിട്ടും അല്ലേ? അല്ല ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈവൻ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ലൈറ്റ് ഇടാതെ പുറത്തോലും പോകത്തില്ലായിരുന്നു. ആ ഉണ്ടെങ്കിൽ പേടിച്ച് പനി പിടിച്ച് കിടന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു പേടിയെ എനിക്കില്ല. അതുകൊണ്ടാ എനിക്കിപ്പോഴും അങ്ങനത്തെ പേടിയുണ്ട്. ഞാനിപ്പോ വേറെ പറയുന്നില്ല, പാരനോർമൽ ആക്ടിവിറ്റി എന്ന് പറയുന്നില്ല, അത് റിയൽ ആണ്. എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേടിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ. ഭയങ്കര അതിനെ കുറിച്ചൊക്കെ വന്ന് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പേർട്സ് ഒക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ ഫ്രീക്വൻസി അവരുടെ അതേ ഫ്രീക്വൻസിയിൽ എത്തണം എന്ന് പറയുന്നത്. അതിന് കുറച്ച് ധൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ധൈര്യം ഇല്ലാത്ത ആൾക്കാരെ പെട്ടെന്ന് അവര് അറ്റാക്ക് ചെയ്യും അല്ലെ? ഇങ്ങനല്ലേ? ധൈര്യമുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ധൈര്യം ഉള്ളവർക്കേ കാണാൻ പറ്റുള്ളൂ. ധൈര്യം ഇല്ലാത്തവർ ഓൾറെഡി പേടിച്ച് കഴിയും. അത്രയും ഹൈ ഫ്രീക്വൻസിയിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ് പോകുമ്പോൾ മാത്രം നിങ്ങൾ അവരുടെ ഫ്രീക്വൻസി അവരുടെ പ്രസൻസ് അറിയാൻ പറ്റുള്ളൂ. അവരെ ആ ഒരു വിഷൻ ഉണ്ടാവുള്ളൂ രണ്ടുപേരും തമ്മില്. എന്തായാലും അടിപൊളി കേൾക്കാം, നല്ല രസം. അപ്പൊ എന്തായാലും രസമായിരിക്കും അത്. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? അടിപൊളി. എപ്പൊ സുരേഷിനോട് സംസാരിച്ചിട്ട് ഇങ്ങനെ പുതിയ പുതിയ ടോപ്പിക്കുകൾ വന്നു. ഇല്ല, സ്റ്റാർട്ട്. യെസ്, മ്യൂസിക് ആണ്. മ്യൂസിക് ടി.വി. ഇല്ലേ? വോളിയം വെക്കേണ്ടി വരുമോ? ടി.വിയിലല്ലേ? ടി.വിയിൽ വോളിയം വെക്കണം. ആ ടി.വിയിൽ വോളിയം വെച്ചോളൂ. ഒറ്റ പ്രാവശ്യമല്ലേ? ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒറ്റ പ്രാവശ്യം കേൾപ്പിക്കുള്ളൂ. പെട്ടെന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. ഓക്കെ, ഏത് സിനിമയിലെ BGM ആണ്? മിലിയാന്ന് പറഞ്ഞോ അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം മിലിയാണോ എന്നുള്ളത്. അടുത്തിരുന്ന് വൈഫല്ലേ പറഞ്ഞു തന്നെ, ഞാൻ കേട്ടു. അല്ല, ഹെലൻ ആയിരുന്നു. അയ്യോ സാരില്ല, പോട്ടെ. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ഹെലനാന്ന്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഓരോന്ന് മാറി മാറി വന്നോണ്ടിരിക്കുക അല്ലേ സുരേഷ്? നമ്മൾ വിളിക്കുക, സംസാരിക്കുക, അതാണ് നമ്മുടെ സന്തോഷം. പുതിയ ടോപ്പിക് ആയിട്ട് വരും സന്തോഷം. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും നാളെ വിളിക്കണേ. ബൈ. അപ്പൊ നമുക്ക് ഒരു കോളും കൂടെ ഉണ്ട്. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? പറയണ്ട, ഞങ്ങൾ പറഞ്ഞോളാം. പറഞ്ഞ് അറിയാം. പറയൂ, എന്തുണ്ട് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട്? ജിമ്മിലൊക്കെ പോയിട്ട് മടുത്താ? ഇല്ല, മടുത്തൊന്നുമില്ല. ഇഷ്ടമാണല്ലേ ജിമ്മിൽ പോണേ? അതൊരു ക്രേസ് ആയിരിക്കും ചിലവർക്ക് ഭയങ്കര. എങ്ങനെ സ്റ്റാർട്ടിങ് ഭയങ്കര മടി ഉണ്ടായിരുന്നോ? സ്റ്റാർട്ടിങ്ങിന് ഭയങ്കര മടിയായിരുന്നോ പോവാൻ? ഇല്ല, മടിയൊന്നും ഇല്ല. എനിക്ക് മടിയേ ഇല്ല. അല്ല മാലിക്കേ, കൺഗ്രാജുലേഷൻസ്. ഞങ്ങളൊരു വിശേഷം അറിഞ്ഞു. അതെ, മനസ്സിലായില്ല. ഞങ്ങളൊരു വിശേഷം അറിഞ്ഞു. എന്ത് വിശേഷം? ശൈലാൻറ്റി പറഞ്ഞൊരു വിശേഷം. എന്നാലും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ, മോശമായി പോയി. എന്ത് വിശേഷം? എന്തായിരിക്കും പറ. വിശേഷം എനിക്കറിയില്ല. ആഴ്ചയില് 2 ദിവസം ഫ്രൈഡ് റൈസ് ബിരിയാണി വെക്കുന്നുള്ള വിഷയം. ആഴ്ചയില് 2 ദിവസമേ മാലിക്ക് ഇപ്പൊ ചോറ് കഴിക്കുന്നുള്ളത് പറഞ്ഞു. അതെ, ബാക്കി ദിവസം ബിരിയാണി ഫ്രൈഡ് റൈസ്.
അല്ല ബാക്കി ദിവസം ബിരിയാണി എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ബാക്കി ദിവസം നല്ല അടിപൊളി ചിക്കനും മട്ടനും ബിരിയാണി. ഇല്ല ഇല്ല, ബിരിയാണി ഒന്നും കഴിക്കില്ല. ഇങ്ങനെയാണ് ശൈലജ. ബിരിയാണി ആഴ്ചയിൽ ഒരു ദിവസം. ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുള്ളൂ. അയ്യോ ആ നന്നായി. പിന്നെ എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പോ? എന്താണ് എങ്ങനെയുണ്ടെന്ന് ഇപ്പോ? ഇപ്പോഴോ? ഭയങ്കര ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണോ? ഇപ്പം എന്താണ് വെയിറ്റ് കുറഞ്ഞോ? നല്ല ആശ്വാസമുണ്ട്. ഓ അടിപൊളി. അല്ല വെയിറ്റ് കുറഞ്ഞോ? എന്തായി അവസ്ഥ? എനിക്കറിഞ്ഞൂടാ. വെയിറ്റ് കുറഞ്ഞോന്ന് എന്നോട് ചോദിക്കുന്നു. മാലിക പറയോ? വെയിറ്റ് കുറഞ്ഞു. 6 pack ആയോ? വെയിറ്റ് കുറഞ്ഞു. ഇപ്പം എന്താണ് ബോണിന്റെ ആ ഒരു ബോണിന്റെ വെയിറ്റ് മാത്രം. ഞാനല്ലേ ശരിക്കും മാലിക്ക് പോകുന്നുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇതിനും ഭേദം ബോണ്ടിരുന്നില്ലെന്നായി അല്ലേ മാലിക? ഇനി എല്ലാരും വിളിച്ച് ചോദിക്കാൻ തുടങ്ങി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്. എല്ലാരും അറിഞ്ഞു. അതിന് എല്ലാവർക്കും തന്നെ അറിഞ്ഞൂടല്ലോ. തീരെ അറിയില്ല ഇപ്പൊ. അല്ലല്ല, കോളേഴ്സിന് എല്ലാവർക്കും ഒന്നും തന്നെ അറിഞ്ഞൂടല്ലോ. നമ്മളെ ഇനി ഒരു ദിവസം അതാ ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വാ, അപ്പൊ എല്ലാവർക്കും നമുക്ക് പരിചയപ്പെടുത്തി കാണിച്ചു കൊടുക്കാതെ. അല്ലല്ല, വിളിക്കുന്ന കോളേഴ്സ് മാത്രം സ്റ്റുഡിയോയിൽ കാണൂലല്ലോ, ആങ്കേഴ്സ് മാത്രമല്ലേ കാണുള്ളൂ. കേൾക്കുന്നുണ്ടല്ലോ എല്ലാരും, സ്ഥിരം വിളിക്കുന്നുണ്ടല്ലോ. പിന്നെ കൊള്ളാം. എങ്ങനെയുണ്ട് അപ്പൊ ജോബൊക്കെ പെർമനന്റ് ആയിട്ട്? കുഴപ്പമില്ല, അടിപൊളി. അടിപൊളിയായി, ഹാപ്പിയായി. പെർമനന്റ് ആയി പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ അറിയോ? ആന്റി പറഞ്ഞു. ആന്റി നല്ല ഹാപ്പിയിലാണ്. അപ്പൊ ചോദിക്കുക എന്താണ്? ഇന്ന് ഞാൻ ജോയിൻ ചെയ്തതേ ഉള്ളൂ പുതിയതായിട്ട്. അത് അറിഞ്ഞു, ഇന്നാണ് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു. അല്ല, അത് ജോയിൻ ചെയ്തിട്ട് പറയാന്ന് വിചാരിച്ചു. കൺഗ്രാറ്റുലേഷൻ. ലാസ്റ്റ് മിനിറ്റിൽ പോകുന്ന ശീലമുണ്ട്. അങ്ങനൊന്നുമില്ല. ഇപ്പൊ എന്തായാലും ജോയിൻ ചെയ്തില്ലേ, ഇനി അങ്ങോട്ടേക്ക് പോകാനുണ്ടായല്ലോ. എന്നിട്ട് എന്തായിരുന്നു ഓഫീസിൽ ട്രീറ്റ് ഉണ്ടായിരുന്നോ? ഇന്ന് ഫുള്ള് ഇൻഡക്ഷൻ ആയിരുന്നു, പുതിയതായിട്ടുള്ള സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ നമുക്ക് യുബിഎല്ലിലേക്ക് ട്രീറ്റ് ഉണ്ടാവുമല്ലോ എന്തായാലും. യുബിഎല്ലിൽ ഞാൻ വരുന്നുണ്ട്, പക്ഷെ എന്നാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വരുന്നുണ്ട്, വരുന്നപ്പോ ട്രീറ്റുമായിട്ട് വന്നാ മതി. പക്ഷെ എല്ലാ ആങ്കേഴ്സും വേണം, അല്ലാണ്ട് കുറച്ച് ആങ്കേഴ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യം. നിരഞ്ജൻ റോയും എല്ലാരും കേൾക്കുന്നുണ്ട്. നിരഞ്ജൻ റോയും ടോണി റോയും അവിടെ വേണം. അവരെന്തായാലും ഉണ്ടാവും. നിരഞ്ജൻ ബ്രോ നമ്മളെല്ലാരും ഇൻഫോം ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാലികേ, വേറെ എന്തൊക്കെ ഫിലിം കണ്ടു പുതിയതായിട്ട്? വേറെ ഒന്നും കാണാൻ പറ്റില്ല. ഞാനിന്ന് ഉണക്കൊഴി കണ്ടു. ഇഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ കൊള്ളാം, ബോറടിക്കില്ല, ഒരു നോൺ സ്റ്റോപ്പ് കോമഡിയാണ്. പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ജിത്തു ജോസഫിന്റെ യൂഷ്വൽ കുറെ ഇതൊക്കെ സീക്വൻസസ് കോൺസിക്വൻസസ് ഇതെല്ലാം ഉണ്ട്. നമ്മളിങ്ങനെ ഓ അതെ അതെ, ഭയങ്കര ട്വിസ്റ്റ് ആണ്, ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണ് ഫുള്ള് അല്ലേ? ജിത്തു ജോസഫിന്റെ മൂവിലൊക്കെ എന്താണ് ഇനി വരുന്ന പടത്തി അതെ, ഒരു സെക്കൻഡ് പാർട്ടിന്റെ വരുന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ട് സെമിക്കോൾ ഇട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം. അതെ അതെ, അങ്ങനെ. പക്ഷെ അപ്പോഴത്തേക്ക് ഒന്നും കൂടെ ഈ നുണക്കവഴി കണ്ടിട്ട് വേണം അത് പോയി കാണാൻ, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല. അതാണ് ശരിക്കും ദൃശ്യം കാണുന്ന പോലെ തന്നെയാണ് ഇതും കാണണം. ഞാൻ കണ്ടിട്ടില്ല നുണക്കവഴി. ഞാൻ വിചാരിച്ചു ദൃശ്യം കണ്ടിട്ടില്ലെന്നാണോ? ദൃശ്യം കണ്ടായിരുന്നു. ദൃശ്യം കാണുന്ന പോലെ തന്നെയാണ് ഇതും. വാഴ കണ്ടില്ല? ഇല്ല ഇല്ല, ഇപ്പം ഈ ജിമ്മ് കാരണം എനിക്ക് സിനിമകൾ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ജിമ്മാണ് വളരെ പ്രധാനം. എന്തായാലും വാഴ പോയി കാണട്ടോ, ഇഷ്ടപ്പെടും. കണ്ടു നോക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതെ, അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ജികെ വന്നിട്ടില്ല. ഓക്കെ നമുക്ക് ജികെ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. ജികെ എന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. വീട്ടിലെത്തിയില്ലല്ലോ അല്ലേ? ഇല്ല, വീട്ടിലെത്തിയില്ല. ഓക്കെ, എപ്പോഴത്തേക്ക് എത്തുന്നേ? ലേറ്റ് ആവുമെന്നോ? ഒരു 5 മിനിറ്റ് എത്താൻ. ശൈലാൻഡി എന്തോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതൊന്നല്ല, ഇന്ന് ഭയങ്കര സ്നേഹത്തോടുകൂടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ. വീട്ടിൽ പോകുമ്പോ അറിയാം സ്പെഷ്യൽ എന്താണെന്ന്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആദ്യത്തെ കേരള നിയമസഭയിൽ എത്ര സീറ്റുകൾ ഉണ്ടായിരുന്നു? ആദ്യത്തെ കേരള നിയമസഭ എന്ന് പറയുന്നത് 1957 എത്ര സീറ്റ് ഉണ്ടായിരുന്നു? 112, 126, 130. 126. നോക്കാം, കറക്കി കുത്തിയതാണോ? അതെ. പെട്ടെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചത്.
കിട്ടിയ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്നാണല്ലോ ഉത്തരങ്ങൾ പറയുന്നത്. ഓ പെട്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര മാസാണ് ഉത്തരങ്ങളൊക്കെ. അതെ, അപ്പൊ നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, എനിക്കിതൊന്നും ബാധിക്കേയില്ല. കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണ് അല്ലേ? കിട്ടിയ കുട്ടിയില്ലെങ്കിൽ ചട്ടി. അത്രേ ഉള്ളൂ. അപ്പൊ സെക്കൻഡ് വീണ്ടും നെക്സ്റ്റ് സ്റ്റാർട്ട്. സ്റ്റോപ്പ്. വീണ്ടും ജികെ വന്നേക്കാണ്. ഓക്കെ വീണ്ടും ഓക്കെ. അപ്പൊ നമുക്ക് ജികെ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതെ, മാലിക് വീണ്ടും കറക്റ്റ് കുത്തി ആൻസർ പറയും. അതെ നോക്കാം, ചോദിച്ചോ. 45 മിനിറ്റുകൾക്കുള്ളിൽ 6 ലോക റെക്കോർഡുകൾ കരസ്ഥമാക്കിയ അത്ലറ്റ് ആരാണ്? അതിലെ ജെസ്സി ഓവൻസ്, കാൾ ലൂയിസ്, ഫ്ലോറൻസ് ജോയ്നർ. ഓപ്ഷൻസ് ഒന്നും കൂടെ പറയൂ. ജെസ്സി ഓവൻസ്, കാൾ ലൂയിസ്, ഫ്ലോറൻസ് ജോയ്നർ. ഓപ്ഷൻ സിയോ? സി. ഫ്ലോറൻസ് ജോയ്നർ. അങ്ങനെ വീണ്ടും കറക്കി കുത്തിയിരിക്കുകയാണ് മാലിക്. അതെ, നമുക്ക് ഇതും കറക്റ്റ് ആണോ നോക്കാം. അത്ലറ്റിക്സ്, നമ്മുടെ ഒളിമ്പിക്സ് ഇതിലൊന്നും കാണാറില്ല അധികം. ഒളിമ്പിക്സ് കാണാറില്ലെന്നും. റൈറ്റ് ആൻസർ വന്നിട്ടുള്ളത് ഇവിടുത്തെ സമയം വ്യത്യാസമുണ്ട്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. അതിന്റെ ഒരു ചെറിയ കുറവുണ്ട്. ജെസ്സി ഓവൻസ് ആണ് കറക്റ്റ് ആൻസർ. മാലിക് പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയി. അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അത് ആദ്യമായിട്ടൊന്നുമല്ല എനിക്കിതൊരു പുത്തിരിയല്ല. കിട്ടിയാലും കുഴപ്പമില്ല എനിക്ക്. അതെ. അപ്പൊ മാലികെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് തകർക്ക്. അതെ, നല്ലൊരു ജോലി എടുത്ത് തകർക്ക്. ഓക്കെ, അപ്പൊ ശരി, ബൈ. അപ്പൊ ഷാനസെ നമ്മളിങ്ങനെ വാചകടിച്ച് നമുക്ക് പോവാനുള്ള സമയം ആയിട്ടുണ്ട്. വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം നമ്മളെടുത്ത് വിട്ടിരുന്നിട്ട് വൈൻഡപ്പ് ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 7:30 to 8:30 ആണ് നമ്മുടെ സമയം. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നമ്മളുണ്ട്. അപ്പൊ നാളെയും വിളിക്കുക. 3-in-1 നാളെ മറ്റന്നാൾ വിളിച്ചോളൂ. 3-in-1 വിളിക്കുക. നാളെയും 042382491 വിളിക്കേണ്ടത്. അപ്പൊ ഇന്നിപ്പോ നമ്മൾക്ക് വൈൻഡപ്പ് ചെയ്ത് പോവാം അല്ലേ? പക്ഷെ പറയുന്നതിന് മുന്നേ വീണ്ടും നമ്മൾ പറയാൻ പോകുന്നു മെലഡി ഡ്രീംസിനെ. പറയും. അപ്പോ നീ തുടങ്ങിയപ്പോൾ ഞാൻ കൂടെ പറഞ്ഞു. വീണ്ടും എനിക്ക് തന്നെ തന്നു. ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ ആ ഒരു മെഗാ ഈവന്റ് ഈ വരുന്ന 31st നമ്മുടെ ദുബായ് അമേരിക്കൻ അക്കാഡമി ഹെസ സ്ട്രീറ്റ് ബർഷയിൽ വെച്ചിട്ടാണ്. നമ്മുടെ സെലിബ്രിറ്റി സിംഗറായ നരേഷ് അയ്യറാണ് ഈ മന്തിൽ വരാൻ പോകുന്ന ആ ഒരു ഗസ്റ്റ്. അപ്പൊ എന്തായാലും നരേഷ് അയ്യറിനെ കാണാനും ആ ഒരു സെലക്ടഡ് വിന്നേഴ്സിനെ കാണാനും എല്ലാവരുടെയും പാട്ട് കേൾക്കാനും ഈവന്റ് തകർക്കാനും വേണ്ടിയിട്ട് എല്ലാവരും വരിക. 31st ഈവനിങ്. കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. അതെ, കോൺടാക്ട് ചെയ്യുക. ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ടിക്കറ്റ്സ് ഒക്കെ ഇപ്പോഴും ബുക്ക് ചെയ്ത് വെക്കുക. 6:30 നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ 6:30 തൊട്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുക. നല്ല തിരക്കുണ്ടാവും. അപ്പൊ എല്ലാവരെയും അവിടെ വെച്ച് കാണുന്നുണ്ടാവും. നമ്മൾ ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ ഈ ഒരു മെഗാ ഇവന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 31st of August. അപ്പൊ നമുക്ക് പോയാലോ? ഓക്കെ. അപ്പൊ ദിസ് ഇസ് സൈനിങ് ഓഫ് ഫ്രം സുജിത and Shahnaz. Bye bye. Good night. Good night.